നമ്മുടെ മുഖ്യമന്ത്രി ഒരു വമ്പൻ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒന്നാന്തരം CID കൂടിയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്. 40 കൊല്ലക്കാലത്തെ പത്രപ്രവർത്തനം കൊണ്ടും കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യം ഒരൊറ്റ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചു. അത് ഈ പോറ്റിയും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പത്രക്കാരത് ചോദിച്ചപ്പോഴും പോറ്റി അവരുടെ കൂടെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ പോറ്റി ബന്ധത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ കിടക്കുന്ന സാധനങ്ങൾ അമേരിക്ക വരെ എത്തിയതായിട്ട് ആരോപണങ്ങളുണ്ട്. അങ്ങനെ ഉള്ള വളരെ പ്രമാദമായ വിഷയങ്ങൾക്കിടയിൽ ആ ചോദ്യത്തെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, പോറ്റി സമീപകാലത്ത് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രമാദമായിട്ടുള്ള വാർത്തയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത്രയേറെ സോണിയാഗാന്ധിയിൽ ചരട് കൊട്ടിക്കൊടുക്കാൻ മാത്രം ശേഷിയുള്ള ഒരാളാണ് പോറ്റിയെങ്കിൽ പോറ്റിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ഇറ്റലി വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സോണിയാഗാന്ധി ഇറ്റലിക്കാരത്തിയാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാ ബന്ധങ്ങളും ഇറ്റലിയിലാണ് അവസാനിപ്പിക്കുന്നത് എന്ന് ബോഫോഴ്സിൻ്റെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നൊരു വസ്തുതയാണ്. ഏത് വിഷയം വന്നാലും സോണിയാഗാന്ധി ബന്ധമുള്ളതാണെങ്കിൽ ഉടനടി അത് ഇറ്റലിയിലേക്ക് എത്തുന്ന പതിവ് ഇന്നല്ല എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു ചരട് കൊട്ടിക്കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന ഒരാളോ, അതും ഇറ്റലി ബന്ധമുള്ള ഒരാളാണ്, ആൻ്റണി. കത്തോലിക്ക സഭയുടെ വേണ്ടപ്പെട്ട ആളാണ്. തീർച്ചയായും കത്തോലിക്ക സഭയുടെ ബന്ധമുള്ള ആൾ ഇറ്റലിയുമായിട്ടും ഒക്കെ ബന്ധമുണ്ടാവും എന്ന് തീർച്ചയാണ്. അപ്പം അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ആർക്കാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളത് പോറ്റിയുമായിട്ട് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ഞങ്ങളുടെ ആളുകൾക്കല്ല, സഖാക്കൾക്കൊന്നുമല്ല. സഖാക്കൾക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര ഒന്നും ബന്ധങ്ങളൊന്നുമില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പോയി. ഇപ്പോൾ ആകെയുള്ളത് നമ്മുടെ നാട്ടിലെ ചെറിയ പെട്ടിക്കച്ചവടം മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ചക്കാപ്പിച്ചകൾ മാത്രമാണ്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകണം. അതിനുള്ള തെളിവാണ് സോണിയയുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത ചരട്. അപ്പോൾ സോണിയാഗാന്ധിയുടെ ചരട് കെട്ടിക്കൊടുത്തോ അല്ല വേറെ എന്താ സംഗതി നമുക്കറിയില്ല. എന്തോ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ വല്ല തങ്ങളുപ്പാപ്പയും മന്ത്രിച്ച് കെട്ടിയ ചരടാവാം. രാഷ്ട്രീയക്കാരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ കൈകാര്യം ചെയ്യാൻ ശരിപ്പെടുത്താൻ ഏറ്റവും നല്ലത് മന്ത്രം ജപിച്ച് കെട്ടിയ ചരടാണെന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവാം. പിന്നെ പോറ്റിയാണ് കൊണ്ടുവരുന്നത്. പോറ്റിമാർ എന്ന് പറയുന്ന കൂട്ടർ പണ്ടേ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്, മഹാപണ്ഡിതന്മാരാണ്, ജ്ഞാനികളാണ്. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തുനിന്ന് ഒരാളൊരു ചരടുമായിട്ട് വന്നാൽ ശരി, ഇനി അതല്ലെങ്കിൽ നല്ല രക്ഷാബന്ധനോ അങ്ങനെ വല്ലതും ആയിത്തീരാം. എന്തായാലും ശരി, സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയ ചരട്, അതിൻ്റെ മാരകമായ സ്വഭാവം, അതിൻ്റെ അന്താരാഷ്ട്ര മാനങ്ങൾ ശരിക്കും കണ്ടെത്തിയിട്ടുള്ള CID ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ABCD എന്ന് ചോദിച്ചാൽ A VD സതീശൻ എന്ന് പറയാം, B നമുക്ക് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയാം, C നമുക്ക് വേറെ ഒരാളെ പറയാം, D നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയാം. ഉത്തരം D. അപ്പോൾ ആ D എന്ന് പറയുന്നതിലാണ് കാര്യം കിടക്കുന്നത്. D മണിയുമായിട്ടാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ആരാണ് ഈ D മണി? D എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദാവൂദാണോ, ദാവൂദ് ഇബ്രാഹിം ആണോ, അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ? ഡിണ്ടിഗൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഡിണ്ടിഗൽ മണി ഈക്വൽസ് D മണി. അപ്പോൾ ഈ D മണി ഈക്വൽസ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന മട്ടിലുള്ള ഒരുപാട് പുതിയ സമവാക്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആ സമവാക്യങ്ങളിലേക്ക് ഒരു പുതിയ ഇറ്റാലിയൻ ബന്ധം കൂടി നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന CID കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം കണ്ടെത്തൽ ഇതിനു മുമ്പ് നടത്തിയ ഒരാൾ നമ്മുടെ സഖാവ് റാം എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഹിന്ദു പത്രത്തിൻ്റെ വലിയ പ്രഗത്ഭനായിട്ട് എഡിറ്ററായിരുന്ന കാലത്ത് ബോഫോഴ്സിൻ്റെ വലിയ ആഘോഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വന്നു. ആരോപണങ്ങൾ ഇങ്ങനെ കുതിച്ച് ഒഴുകുകയാണ്. ബോഫോഴ്സ് തോക്ക് വാങ്ങിയതിൽ 87 കോടി ഉറുപ്പികയുടെ കൈക്കൂലിയുണ്ട് എന്നായിരുന്നു ആരോപണം. അപ്പോൾ അത് പിന്നെ ഇംഗ്ലണ്ടിലും സ്വീഡനിലുള്ള ഒരു സ്വീഡിഷ് റേഡിയോ കൊണ്ടുവന്നതാണ്. പിന്നീട് വലിയ അന്വേഷണങ്ങളായി ഇംഗ്ലണ്ടിലും യൂറോപ്പിലും എല്ലാ സ്ഥലത്തും ഇറ്റലിയിലും ഒക്കെ പോയിട്ട് അന്വേഷണം നടത്തി. അതിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങൾ അന്നത്തെ പത്രങ്ങൾ കൊടുത്തത് Q എന്നൊരാൾക്ക് പണം കിട്ടിയിട്ടുണ്ട്, R എന്നൊരാൾക്ക് പണം കിട്ടിയിട്ടുണ്ട്. Qയും Rഉം തമ്മിലുള്ള ബന്ധം S വഴിയാണ്. അപ്പോൾ ഇതിനെ ഹരിച്ചു പെറുക്കിയും പിന്നെ കണ്ടെത്തിയത് Q എന്നാൽ കൊട്ടറോച്ചി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ബിസിനസ്സുകാർ, R എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി, S എന്ന് പറഞ്ഞാലോ സോണിയാഗാന്ധി. അങ്ങനെ QRS
അത് ഇംഗ്ലീഷിൽ 3 അക്ഷരങ്ങൾ അടുത്തടുത്തുള്ളതാണ് QRS. ഈ QRS ആണ് എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെയും അടിത്തറ എന്ന മട്ടിൽ അന്ന് പത്രങ്ങൾ സ്ഥാപിച്ചെടുത്തു. സഖാവ് റാം അതിശക്തമായിട്ട് ആ പോരാട്ടത്തിന് മുമ്പിലായിരുന്നു. അങ്ങനെ രാജീവ് ഗാന്ധി പിന്നെ രാജിവെച്ച് ഒഴിയേണ്ടതായിട്ട് വന്നു. ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടു. ആ ഗാന്ധി കുടുംബത്തിനെതിരായി അത്യന്തം മാരകമായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നു. എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം രാജീവ് ഗാന്ധി ആ കേസിൽ പ്രതിയേ അല്ല എന്ന് കോടതി വിധിച്ചു. അപ്പോൾ അതാണ് ഈ തരത്തിലുള്ള അന്വേഷണങ്ങളുടെ, സമീപകാലത്ത് നടക്കുന്ന അന്വേഷണങ്ങളുടെ, അത് രാഷ്ട്രീയക്കാരായാലും ശരി, ചില പത്രപ്രവർത്തകരായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളായാലും ശരി, അല്ലെങ്കിൽ CID നേരിട്ട് ചെയ്താലും ശരി, ED ആയാലും ശരി, CBI ആയാലും ശരി, എത്തിച്ചേരുന്നത് വളരെ മാരകമായിട്ട് വ്യക്തിഗതമായ പരിക്കേൽപ്പിക്കലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ആൾ മരിച്ചതിന് ശേഷം ആൾ ഇന്നസെൻ്റ് ആയിരുന്നു, ഒരു തരത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല എന്ന മട്ടിലാണ് അവസാനിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഖാവ് CID മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടെത്തിയ ഈ കണ്ടെത്തൽ, അതിൻ്റെ ഒരു വലിയ കടപ്പവശം കിടക്കുന്നത് സോണിയാഗാന്ധിക്കെതിരായിട്ട്, അവരുടെ കുടുംബത്തിനെതിരായിട്ട് ഉള്ള പണ്ട് മുതലേ കേൾക്കുന്ന ആരോപണങ്ങളുടെ ഒരു പുതിയ പതിപ്പായിട്ടാണ് കാണുന്നത്. അതിൽ അദ്ദേഹം ഒറ്റക്കാണെന്ന് പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, അതിശക്തരായിട്ടുള്ള ബന്ധുക്കളുണ്ട്. കാരണം സോണിയാഗാന്ധിക്കെതിരായിട്ട്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഏറ്റവും വലിയ ആക്രമണം നടത്തുന്ന ആരാ? അത് EDയെയും CBIയെയും ഒക്കെ വെച്ചുകൊണ്ട് പലവിധ കേസുകൾ. കഴിഞ്ഞ ദിവസം നാഷണൽ ഹെറാൾഡ് കേസിൽ കേസുമായിട്ട് പോയപ്പോൾ EDയുടെ കേസിൽ കോടതി ഒറ്റ ആ ഏതൊക്കെയോ തോട്ടിൽ യമുനയിൽ പോയിട്ടാണ് ആ കടലാസ് പതിച്ചതെന്ന് പറയുന്നത്. ആരുടെ മുഖത്താണ് അടി കിട്ടിയത്? ഈ EDയെ ഉപയോഗിക്കുന്ന മോദി ആയാലും ശരി, അമിത്ഷാ ആയാലും ശരി, അവരുടെ മുഖത്തടിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ വീണ്ടും ഇപ്പോൾ നമ്മുടെ പിണറായി സഖാവ് സോണിയക്കെതിരായിട്ട് പുതിയ ഒരു ആരോപണവുമായിട്ട് വരുന്നത്. അപ്പോൾ മോഡി ആയാലും ശരി, അമിത്ഷാ ആയാലും ശരി, കൊട്രോച്ചിയുടെ വിഷയമായാലും ശരി, ആരുടെ വിഷയമായാലും ശരി, എല്ലാം അവസാനിക്കുന്നത് സോണിയാഗാന്ധിയെയും കുടുംബത്തെയും അറ്റാക്ക് ചെയ്യുക എന്ന ഒരു പുതിയ രാഷ്ട്രതന്ത്രത്തിലാണ്. അക്കാര്യത്തിൽ സംഘപരിവാറും സഖാവിൻ്റെ പാർട്ടിയും തമ്മിൽ ഒരു വലിയ അടുത്ത ബന്ധം കാണുന്നുണ്ട്. തീർച്ചയായും ഒരേ കൂട്ടർ ഒന്നിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. മഹാത്മാക്കൾ ഒന്നിച്ച് ചിന്തിക്കുന്നു, ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന മാതിരി ഈ ഒരു വിഷയത്തിലുള്ള ഈ ആത്മബന്ധം യഥാർത്ഥത്തിൽ വല്ല അന്തർധാരയും സൂചിപ്പിക്കുന്നുണ്ടോ? ആ ചോദ്യം ഒരു രാഷ്ട്രീയ ചോദ്യമായിട്ട് നിൽക്കട്ടെ.